അതൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ടാവും, മോനെ നിസ്കരിച്ചില്ലെങ്കിൽ അള്ള നരകത്ത് കൊടുട്ടോ. അപ്പോൾ തീയും കാണിച്ചു കൊടുക്കും. അപ്പോൾ പേടിച്ചിട്ട് നിസ്കരിക്കാൻ പോകുന്നു. പിന്നെ നമ്മൾ സ്വർഗ്ഗം കൊതിക്കും. ഇതൊന്നും കുഴപ്പമില്ല, അതൊക്കെ ഉണ്ടായിക്കോട്ടെ. കൂട്ടത്തിൽ എന്ത് ചെയ്യണം? എൻ്റെ ലക്ഷ്യം എനിക്ക് അള്ളാഹുവിനെ കാണണം. ആ കാഴ്ച മുഅ്മിനീങ്ങൾക്ക് അള്ളാഹ് കൊടുക്കുള്ളൂ. ആ കാഴ്ച അതാണ് സിവാ നദുരിൽ ഹബീബി ഫദാ മുനാഹും. അള്ളാഹുവിനെ, ഹബീബായ അള്ളാഹുവിനെ കാണലാണ് ലക്ഷ്യം. അങ്ങനെ ജീവിക്കുമ്പോഴാണ് ജീവിതത്തിന് അർത്ഥം ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ദുനിയാവ് എന്ത് തന്നെ ആഡംബരങ്ങളും സൗകര്യങ്ങളും കിട്ടിയാലും ഇല്ലെങ്കിലും കൽബിലേക്ക് അതൊന്നും പോകുന്നില്ല. നമ്മുടെ ലക്ഷ്യം അള്ളാഹുവാണ്. നമ്മുടെ ലക്ഷ്യം അള്ളാഹുവാണ്, അള്ളാഹുവിനെ കാണലാണ്. എന്തുകൊണ്ടെന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ അത് നമ്മൾ ഉച്ചരിക്കുന്നതോടുകൂടെ മലക്കുകൾക്ക് രേഖപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്നാണ്. എല്ലാ ഇബാദത്തും മലക്കുകൾ രേഖപ്പെടുത്താണ്. എന്നിട്ട് അള്ളാഹുലേക്ക് ഉയർത്തുകയാണ്. മലക്കുകളെ അള്ളാഹു തആല ഇതിന് ഏർപ്പാട് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ എല്ലാ ആരാധനയും മലക്കുകളാണ് അള്ളാഹുലേക്ക് ഉയർത്തിക്കൊണ്ടുപോകുന്നത്. ഇപ്പോൾ വ്യാഴാഴ്ച ദിവസവും തിങ്കളാഴ്ചയും അമലുകൾ വ്യാഴാഴ്ച ദിവസം ഒരാഴ്ചയിലെ അമലുകൾ ഇന്ന് വ്യാഴാഴ്ച മഗ്രിബോടുകൂടെ ഇന്നത്തെ ഈ ആഴ്ച ക്ലോസ് ചെയ്തു. ആ അക്കൗണ്ട് അള്ളാഹുലേക്ക് ഉയർത്തിക്കഴിഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തൊഴികെ അത് ഒറ്റക്കാണ് പോകുന്നത്. അത് ഉയർത്തേണ്ട ആവശ്യമില്ല. സുബ്ഹാനല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുന്നത് മലക്കുകളല്ല കൊണ്ടുപോകുന്നത്, അത് താനേ ഉയരുന്ന ഒരു കലിമത്താണ്. അത് എവിടെ നിന്ന് മനസ്സിലായതാണ്? സൂറത്തു ഫാത്തിറിലെ ഈ ആയത്തിൽ നിന്നാണ് മഹാന്മാർ മനസ്സിലാക്കുന്നത്. എന്താ അല്ലാഹു പറയുന്നത്? മൻ കാന യുരീദുൽ ഇസ്സത ഫലില്ലാഹിൽ ഇസ്സതു ജമീഅ. ആർക്കെങ്കിലും അഭിമാനം വേണമെന്നുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കുക അല്ലാഹ്. അതുകൊണ്ട് വെറുതെ ഈഗോ ഇതൊന്നും വേണ്ട. നമ്മൾ വെറുതെ ഈഗോ പിടിച്ച് ശ്വാസം പിടിച്ചിരിക്കുക. എൻ്റെ അഭിമാനം എന്നൊന്നുമില്ല. അള്ളാഹു തരുന്നതേ ഉള്ളൂ നിൻ്റെ അഭിമാനം. മൻ കാന യുരീദുൽ ഇസ്സ. അല്ലാത്തവർ നിങ്ങൾ ശ്വാസം പിടിക്കുന്നത് കൊണ്ട് പേടിച്ചിട്ടൊരു പക്ഷേ എല്ലാത്തിനും എസ് മൂളിയാക്കാം. പക്ഷേ ലെവലേഷൻ കൽബിൽ നിങ്ങളോട് ബഹുമാനം അള്ളാഹു അവരുടെ കൽബിൽ തോന്നിപ്പിച്ചു കൊടുക്കില്ല. എന്തുകൊണ്ട് കാര്യം? കൽബിൽ ഇസ്സത്ത് വേണോ? അത് അള്ളാഹുവിനെ കൂട്ടുപിടിച്ചാലേ കിട്ടുള്ളൂ. എന്നിട്ട് പറഞ്ഞ വാക്കെന്താണ്? ഇലൈഹി യസ്അദുൽ കലിമുത് ത്വയ്യിബ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിനെയാണ് കലിമുത് ത്വയ്യിബ് എന്ന് പറയുന്ന ഏറ്റവും നല്ല വചനം. അള്ളാഹുവിൻ്റെ ഇസ്മ വന്ന കലിമയാണത്.